സർപ്പബലി എന്ന് പറയുന്നത് ഒരു പ്രധാന വഴിപാടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പൊതുവേ നമ്മൾ സർപ്പബലി കൊണ്ട് എല്ലാ സർപ്പങ്ങളും പ്രീതരാകും എന്ന് പൊതുവേ നമ്മൾ ഈ ജ്യോതിഷ പുസ്തകങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നമാർഗ്ഗത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് പ്രകാരം ഇന്നാണ് ഇത്ര അധികം സർപ്പബലി ചെയ്യുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ബ്രാഹ്മണ പൂജ നിലനിന്നിരുന്ന പ്രഭു കുടുംബങ്ങളിലും ഇല്ലങ്ങളിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലും മാത്രമാണ് ഈ സർപ്പബലി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീടുകളിൽ വരെ സർപ്പബലി നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സർപ്പബലി യഥാർത്ഥത്തിൽ ഒരു വഴിപാടല്ല. സർപ്പതാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയായിട്ട് ചില കാരണങ്ങൾ, അപ്പം എന്ത് തരത്തിലുള്ള താപമാണോ അവിടെ സർപ്പശാപമാണോ ഉണ്ടായത് അതിന് പ്രതിവിധിയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അപ്പം അതിന് പല പല പ്രതിവിധികൾ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സർപ്പബലി ഉത്തമമാണെന്ന് ആചാര്യം പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ മിക്കവാറും എല്ലാവരും സർപ്പബലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സർപ്പബലി യഥാർത്ഥത്തിൽ ഒരു വഴിപാടല്ല, അതൊരു പ്രായശ്ചിത്ത കർമ്മമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് സന്താനം ഉണ്ടായാൽ ഞാൻ സർപ്പബലി നടത്തിക്കോളാം, ജോലി കിട്ടിയാൽ സർപ്പബലി നടത്തിക്കോളാം എന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ അടുത്ത കാലത്തുള്ള പ്രാർത്ഥനയാണ്. എന്നാൽ നമ്മൾ സന്താനം ഉണ്ടായാൽ കാവിൽ പൂജ കഴിച്ചേക്കാം, ഇല്ലെങ്കിൽ സർപ്പം പാട്ട് നടത്തിക്കോളാം, സർപ്പം തുള്ളലെടുത്താം. അപ്പോൾ ഇതൊക്കെ തന്നെ സർപ്പങ്ങൾക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടാണ്. അപ്പോൾ സർപ്പബലി എന്ന് പറയുന്നത് സർപ്പത്തിൻ്റെതായിട്ടുള്ള ചില ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ ദേവതമാരുടെ അവർക്ക് ബലമുണ്ടാകും. ബലി എന്ന് പറയുന്നത് എപ്പോഴും ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്കവാറും സർപ്പക്കാവ് ക്ഷയിച്ചു പോയ അവസരത്തിൽ ഒത്തിരി കാവുകൾ വെട്ടി നശിപ്പിച്ചു അവിടുത്തെ ജീവജാലങ്ങൾക്കൊക്കെ ഹാനി വന്ന അവസരത്തിലൊക്കെയാണ് കൂടുതലും സർപ്പബലി നടത്തി കാണുന്നത്. പിന്നെ സർപ്പാരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം ഒന്നുമല്ല സർപ്പബലി. കാര്യം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രീതികരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ആ കാവിൽ ആചരിച്ചു വരുന്നത് അത് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സർപ്പോത്സവം എന്ന് പറയുന്നത് സർപ്പം തുള്ളലാണ്. അപ്പോൾ അത് അവർക്ക് അത്രയും പ്രീതി ഉണ്ടാകുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ സർപ്പം തുള്ളലിലെ സർപ്പപ്പാട്ട് നാഗക്കളമെഴുത്തും പാട്ട് നടത്തുക എന്നുള്ളതാണ്. അപ്പം പ്രായശ്ചിത്ത കർമ്മമായിട്ടാണ് കൂടുതലും സർപ്പബലി കണ്ടുവരുന്നത്. പിന്നെ സർപ്പബലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ശിവന്റെ സപരിവാരം പൂജയാണ്. നമ്മൾ ശിവനെ പൂജിച്ചിട്ട് പരിവാരങ്ങളായിട്ട് നാഗങ്ങൾക്കും അതുപോലെ സപ്തഗ്രഹ ബാധകൾക്കും ഒക്കെ നമ്മൾ ബലി തൂകുന്ന ഒരു ഏർപ്പാടാണ്. അപ്പം അവർക്ക് സംഭവിച്ചു പോയ കാര്യത്തിനൊരു പ്രായശ്ചിത്തം, സർപ്പദോഷത്തിന് പരിഹാരം എന്നുള്ള നിലക്കാണ് വഴിപാട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് സർപ്പബലി ചെയ്തു വരുന്നത്.